വിജയകരമായ ഒരു ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് മനക്കരുത്ത് എന്നത്. മനക്കരുത്തുള്ള മനുഷ്യനാകുവാനുള്ള ചാണക്യ വചനങ്ങൾ എന്തൊക്കെയാണെന്നും അത് ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നും നമുക്ക് നോക്കാം. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. വിജയത്തിലേക്കുള്ള വഴികൾ ഒരിക്കലും സുഗമമായതോ നേരെയുള്ളതോ ആയിരിക്കില്ല. എന്നാൽ വിജയം നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വഴികളും വളരെ നല്ലതും സുഗമമായതുമായിരിക്കും. അലസനായ ഒരു വ്യക്തിക്ക് ഭൂതകാലവുമില്ല, വർത്തമാനകാലവുമില്ല, ഭാവികാലവുമില്ല. അവനവനോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ട് ജീവിക്കേണ്ടി വരും. നിങ്ങൾ എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അത്രയും ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി അവന്റെ ഭാവി വിലയിരുത്തരുത്. കാരണം കറുത്ത കരിയെ തിളങ്ങുന്ന വജ്രമാക്കി മാറ്റുവാനുള്ള ശക്തി സമയത്തിനുണ്ട്. സുഖം തരുന്നതാണ് ധർമ്മം. ധർമ്മത്തിന്റെയും പ്രവൃത്തിയുടെയും അടിസ്ഥാനം ധനമാണ്. ധനം തന്നെയാണ് എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം. ധനമുണ്ടായാൽ ആത്മവിശ്വാസം താനേ കൈവരും. എന്തും ചെയ്യുവാനുള്ള മനക്കരുത്ത് നമുക്ക് വന്നു ചേരുകയും ചെയ്യും. ഭാഗ്യത്തെ വിശ്വസിച്ചിരുന്നാൽ ഒന്നും ലഭ്യമാകുന്നില്ല. അത് നമ്മുടെ ചിന്താശേഷിയെയും പ്രവർത്തിക്കുവാനുള്ള കഴിവും ഇല്ലാതാക്കുന്നു. ഭാഗ്യം സാമർത്ഥ്യത്തിന്റെ പിന്നാലെ നടക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ചിന്താഗതികളും മനോഭാവങ്ങളും മാറുന്ന അത്ര വേഗത്തിൽ ഈ ലോകത്തിൽ മറ്റൊന്നും തന്നെ മാറുന്നില്ല. സ്വയം രക്ഷയുണ്ടായാൽ മാത്രമേ എല്ലാവരുടെയും രക്ഷ ഉണ്ടാവുകയുള്ളൂ. അഭിവൃദ്ധിയും നാശവും സ്വന്തം കൈകളിലാണ്. ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഭാഗ്യവാനെ കൂടി ലക്ഷ്മി ഉപേക്ഷിക്കുന്നു. എന്നാൽ കുറഞ്ഞ പരിശ്രമമാണെങ്കിൽ പോലും അതുകൊണ്ട് ഫലമുണ്ടാകുന്നു. ഉപായം കൊണ്ട് ജോലി കഠിനമല്ലാതാകുന്നു. ഉപായങ്ങളില്ലാതെ ചെയ്ത പ്രവൃത്തികൾ നശിച്ചു പോകുന്നു. ചീത്ത ശീലങ്ങളിൽ മുഴുകിയിരിക്കുന്ന വ്യക്തി ലക്ഷ്യത്തിലെത്താതെ നിന്നുപോകുന്നു. സമയത്തെപ്പറ്റി ഉദാസീനത കാണിക്കുന്നത് പ്രവൃത്തിയിൽ തടസ്സം വരുത്തുന്നു. മനസ്സിനെ ജയിക്കുന്നവൻ ലോകത്തെ ആകെ ജയിക്കുന്നു. മനസ്സിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുമ്പോൾ അത് ജീവിതത്തിലെ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനമായി മാറുന്നു. നമ്മുടെ ഉള്ളിലുള്ള നൈപുണ്യങ്ങളെ മറഞ്ഞിരിക്കുന്ന നിധി എന്നാണ് വിളിക്കുന്നത്. സുഗന്ധം കാറ്റിന്റെ ദിശയിൽ മാത്രമേ പരക്കുകയുള്ളൂ. എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ബന്ധങ്ങൾ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്നാൽ ധർമ്മത്തിനേക്കാളും സ്ഥാനം ബന്ധങ്ങൾക്കൊരിക്കലും കൊടുക്കുകയുമരുത്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന വ്യക്തി ദൂരെയാണെങ്കിലും നമ്മുടെ സമീപമാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലാത്ത ഒരു വ്യക്തി സമീപമാണെങ്കിലും അവർ ദൂരെയാണ്. വിഡ്ഢികളോട് ഒരിക്കലും നിങ്ങൾ വാദപ്രതിവാദം നടത്താൻ പോകരുത്. അത് നിങ്ങളുടെ സമയവും വിലയും നഷ്ടപ്പെടുത്തുന്ന ഒരു പാഴ്വേലയാണ്. ഭഗവാൻ മൂർത്തികളിലല്ല വസിക്കുന്നത്. നിങ്ങളുടെ അനുഭൂതി തന്നെയാണ് ഈശ്വരൻ. ആത്മാവാണ് ക്ഷേത്രം. വെറുപ്പ്, രോഗം, ശത്രു ഇവയെ ഒന്നും തന്നെ ചെറുതായി കാണരുത്. ഇവയ്ക്കെല്ലാം ഉള്ള പരിഹാരം പെട്ടെന്ന് തന്നെ കാണേണ്ടതാണ്. നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കുന്ന സമയത്ത് ആർക്കും തന്നെ വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. അതുപോലെ കോപത്തിലായിരിക്കുമ്പോൾ ഉത്തരങ്ങളും നൽകരുത്. നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യരുത്. ഇത് ജീവിതത്തിന്റെ 3 മൂലമന്ത്രങ്ങളാവട്ടെ. ബുദ്ധിമാൻ ഒരിക്കലും തന്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കുകയില്ല. വീട്ടിലെ രഹസ്യമായ കാര്യങ്ങൾ, ധനം നശിച്ചുപോയതിന്റെ കണക്കുകൾ, മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ ഇവയെല്ലാം തന്നെ സ്വന്തം മനസ്സിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. മനസ്സിനെ ശക്തമാക്കാൻ മൗനം, ധ്യാനം, ശാസ്ത്രീയ ചിന്ത എന്നിവയാണ് ആയുധങ്ങൾ. ദുരിതത്തിൽ മനസ്സ് തളരുന്നവൻ വീരനല്ല. പ്രയാസം കാണുമ്പോൾ പിൻവാങ്ങുന്നവന്റെ ജീവിതം എപ്പോഴും അടിമയായിരിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റുകൾ സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കാൻ നിന്നാൽ
ജീവിതം തന്നെ കൈവിട്ടു പോകും. ചിന്തയെ നിയന്ത്രിക്കാൻ കഴിയുക എന്നതാണ് ജീവിതത്തിന്റെ ആദ്യത്തെ പടി. ലോകം എന്ന ഈ വേദിയിൽ നിങ്ങളുടെ ജീവിതം എന്ന നാടകം എത്രയും ഭംഗിയായി അവതരിപ്പിക്കുക. നിങ്ങളുടെ നാടകത്തിന്റെ തിരശീല വീണതിന് ശേഷം ഇവിടെ കയ്യടികൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. ആരാണോ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവൻ എപ്പോഴും സന്തുഷ്ടനായിരിക്കും. അവർ ജീവിതത്തിൽ ഉന്നതി നേടിക്കൊണ്ടേയിരിക്കും. അറിവാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ മിത്രം. അറിവ് നേടിയ ഒരു വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തനാകുന്നു. അറിവ് ഒരു വ്യക്തിയുടെ ദൗർബല്യങ്ങളെ പരിഹരിക്കുകയും വ്യക്തമായ പാതയിൽ സഞ്ചരിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ സ്വയം അവനവനിൽ മാറ്റമുണ്ടാക്കണം. കാരണം കൂടുതൽ ആളുകളും നിങ്ങളുടെ ഉത്സാഹത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരിക. കാട്ടിലെത്തി ചന്ദനത്തിന്റെ തടി പോലും കത്തിച്ചു കളയുന്നത് പോലെ ദുഷ്ടനായ ഒരു വ്യക്തിക്ക് ആരുടെ ജീവിതം വേണമെങ്കിലും നശിപ്പിച്ചു കളയാനാവും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം മുന്നേറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ വെച്ച ചുവടിനേക്കാൾ വലിയ ചുവടായിരിക്കും അടുത്ത തവണ വെക്കേണ്ടത്. ഏതെങ്കിലും ഒരു വ്യക്തി ഉയർന്ന സ്ഥാനത്തിരിക്കുന്നു എന്ന കാരണത്താൽ ആ വ്യക്തി ഉന്നതനാവുന്നില്ല. എപ്പോഴും ഒരു വ്യക്തി സ്വന്തം ഗുണങ്ങൾ കൊണ്ടാണ് ഉന്നതനാകുന്നത്. നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾ ചെലവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവുകൾ കുറവാണെങ്കിൽ എപ്പോഴും സംസാരത്തിലും നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഒരു സുഗന്ധവൃക്ഷം കാരണം കാട്ടിൽ മുഴുവൻ സുഗന്ധം പരക്കുന്നത് പോലെയാണ് ഗുണവാനായ ഒരു പുത്രൻ കാരണത്താൽ കുടുംബത്തിന് മുഴുവൻ ശ്രേയസ്സുണ്ടാകുന്നത്. നിങ്ങൾക്ക് ഒരൽപ്പം പോലും വില നൽകാത്ത സ്ഥലങ്ങളിൽ, നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളിൽ, അറിവിന് യാതൊരു വിലയും കൊടുക്കാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരു നിമിഷം പോലും സമയം ചെലവഴിക്കരുത്. ഈ ചാണക്യ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശീലമാക്കിയാൽ ഇനിയുള്ള ഓരോ നിമിഷവും ഊർജവും കരുത്തും നിങ്ങൾക്ക് നേടിത്തരുകയും അന്തസ്സും അഭിമാനവും അഭിവൃദ്ധിയും കൈവരികയും ചെയ്യും.